ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പം നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ഇപ്പോഴത്തെ എൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാറുണ്ടെന്ന്. അപ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മോർണിംഗ് ഡ്രിങ്കാണ് കുടിക്കാറുള്ളത്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മോർണിംഗ് ഡ്രിങ്കാണ് ഇത്. ഞാൻ ഒരു കപ്പിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും സിനമൺ പൗഡറും നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ 3-4 നാരങ്ങ കഷ്ണങ്ങളോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഇട്ട് കൊടുക്കാം. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടർമറിക് ടീ ആണിത്. ഇത് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. പല സെലിബ്രിറ്റീസിൻ്റെയും സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഈ ഒരു ടർമറിക് ടീ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ടർമറിക് ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങളും ഉണ്ടാവും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞ ശേഷം അടുത്തിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ സവാളയും അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം 2 കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബെൽ പെപ്പേഴ്സ് അല്ലെങ്കിൽ ക്യാപ്സിക്കം അതും പല കളറിലുള്ളത് ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം ബെൽ പെപ്പേഴ്സ് വാങ്ങിച്ചിട്ട് അരിഞ്ഞ് ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ നാളത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഉപ്പും അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് മുട്ട ഒഴിക്കാം. അപ്പോൾ ഞാനൊരു കപ്പിൽ 2 മുട്ട പൊട്ടിച്ച് നന്നായിട്ടൊന്ന് നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചക്കറികൾ മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ക്യാരറ്റൊക്കെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് മാത്രമേ ഉള്ളിയും 2 കളർ ക്യാപ്സിക്കം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഓംലേറ്റാണ് ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തോന്നുമെങ്കിലും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഒരു ഓംലേറ്റ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് അത്യാവശ്യം ഫില്ല് ചെയ്തൊരു ഫീല് കിട്ടും. കാരണം അത്യാവശ്യം പച്ചക്കറികളുണ്ട്, പിന്നെ മുട്ടയല്ലേ, അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഉണ്ട്. വളരെ മിതമായ അളവിൽ പക്ഷേ 3 നേരത്തിന് പകരം 4-5 നേരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ നിന്ന് ഞാൻ ഇതിന് മുമ്പുള്ള ഒരു റൊട്ടീൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ആണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെയുള്ള ഓരോ മണിക്കൂറിനും അല്ലെങ്കിൽ ഓരോ സമയത്തുമുള്ള റൊട്ടീൻ ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇനി അത് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ ആവുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി, സാരമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഉണ്ടാക്കിയ ഓംലേറ്റാണ്. അപ്പോൾ ഒരു പോർഷൻ ഓംലേറ്റും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ഈന്തപ്പഴം, ഒരു 4 ബദാം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്. ഇത്രയും മാത്രമേ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ലഞ്ച് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ്. എല്ലുള്ള ചിക്കനാണ് ടേസ്റ്റ് കൂടുതലെങ്കിലും പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ബോൺലെസ് ഭാഗത്താണ്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ കുറച്ച് മാത്രം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും തന്നെ ധാരാളമാണ്. പക്ഷേ കുറച്ച് മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിലാണല്ലോ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. എങ്കിലും വളരെ കുറച്ചളവിൽ 1/4 ടീസ്പൂണോളം മാത്രമേ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് തന്നെ ധാരാളമാണ് ഒരു പേരിന്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുകയാണ്. കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കാം. പിന്നെ അധികം നേരം ഒന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇന്നത്തെ ലഞ്ച് തയ്യാറാക്കാൻ ഒരു അരമണിക്കൂർ താഴെ തന്നെ ധാരാളമാണ്. പിന്നെ ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഓഫീസിലായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾക്കായിക്കോട്ടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ലഞ്ചാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ലഞ്ച് ബോക്സ് ഉണ്ടാക്കിയെടുക്കാന്നല്ല ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ച്.
അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബഞ്ചായിരുന്നു, അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സാധാരണ എനിക്ക് ബ്രോക്കോളിയുടെ ഒന്നും ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷേ ഞാനിന്ന് കാണിക്കുന്ന ഒരു രീതിയിലൊന്ന് സോട്ട് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. ഇതിപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടണമെന്നൊന്നുമില്ല, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് തന്നെയാണ്. അപ്പോൾ അവിടെ അത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരല്പം മാത്രം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചതൊന്ന് വേവിക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ, അതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് കൊണ്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ധാരാളം മതി. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് 5 മുതൽ 10 മിനിറ്റ് വരെ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനോടൊപ്പം ഞാനവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച ശേഷം വേണം കഴുകി വാർത്ത് അരി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട സമയത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ തെറിച്ചു ആ മസാലയൊക്കെ. അപ്പോൾ വേഗം തന്നെ ആ കൗണ്ടർ ടോപ്പ് അങ്ങ് തുടക്കിയാണ്. കാരണം ഇതിന് മുമ്പുള്ള നമ്മുടെ അടുക്കള എങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വൃത്തിയായി സൂക്ഷിക്കാം, അല്ലെങ്കിൽ വീട് എങ്ങനെ എത്ര നന്നായിട്ട് സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന പോലെ ക്ലീൻ ആസ് യു ഗോ. നമ്മളെ വൃത്തികേടാവുന്ന സമയം തന്നെ അതങ്ങ് തുടച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം തീരും. അതിനൊരു ഡീറ്റെയിൽ നല്ല അടിപൊളി ഒരു വീഡിയോ, 1 അല്ല 2 വീഡിയോസ് ചേച്ചി ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല കമൻസ് തന്ന കുറച്ച് വീഡിയോസാണത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വീടും അടുക്കളയൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്ന് ആ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ കുറച്ച് ചിപ്പോട്ടിലെ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ആ സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സോസ് ഒഴിച്ചു കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ചിപ്പോട്ടിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവർ ആയതുകൊണ്ട് മാത്രം ഞാൻ അല്പം മാത്രം ചിപ്പോട്ടിലെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു സ്മോക്കി ഫ്ലേവർ ആയതുകൊണ്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സോസും കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്, അത്രയും കൂടെ കലോറി കുറഞ്ഞു കിട്ടും. പക്ഷേ എനിക്ക് ടേസ്റ്റോടു കൂടി കഴിക്കാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ചിപ്പോട്ലെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി സോസോ ടൊമാറ്റോ സോസോ ചേർത്ത് കൊടുക്കാം കേട്ടോ. തികച്ചും ഓപ്ഷണലാണ്. അത് ചേർത്ത് കൊടുത്തില്ല എന്നിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ആ പാനിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി. ഇനി അതേ പാനിൽ തന്നെയാണ് ഞാൻ കുറച്ചുകൂടെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞ സവാള കഷ്ണങ്ങളും അതേപോലെ തന്നെ നമ്മുടെ 2 കളറിലുള്ള ബെൽ പെപ്പേഴ്സ്, നമ്മുടെ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബെൽ പെപ്പർ. അതുകൊണ്ട് എൻ്റെ മെനുവിലൊരു ഇനിയുള്ള വെയിറ്റ് ലോസ് ജേർണിയിലെ മെനുവിൽ മുക്കാലും നിങ്ങൾ ഈ ബെൽ പെപ്പേഴ്സ് കാണാനിടയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അധികം അളവിൽ വാങ്ങിച്ച് അരിഞ്ഞ് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൽ പ്ലാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ അരി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസ് നോക്കിയപ്പോൾ കാണാനുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കൈമ റൈസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം അതേപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം വേവിച്ച് വെച്ച നമ്മുടെ ചിക്ക് പീസ് വെള്ള കടല ചേർത്ത് കൊടുത്തു. അത് വീഡിയോയിൽ റെക്കോർഡായില്ല. ഞാൻ പിന്നീട് നോക്കിയപ്പോഴാണ് അത് റെക്കോർഡായിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ വെള്ളക്കടല വേവിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളക്കടലയും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര റിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഈ വെള്ളക്കടല ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ വേവിച്ച വെള്ളക്കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി, പേരിന് മാത്രം കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ പാപ്രിക്കോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിക്ക് പീസ് സാലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ സോട്ട് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് മാത്രം ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതാണ്. നന്നായിട്ടൊന്ന് മൂടി വെച്ചൊന്ന് ആവി വന്ന ശേഷം ഒന്ന് സോട്ട് ചെയ്തങ്ങ് അതും കൂടെ അങ്ങ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് കഴിയുന്ന കുറച്ച് റെസിപ്പീസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ വേറെ നമ്മുടെ ചിക്ക് പീസ് സാലഡ് റെഡിയായി കഴിഞ്ഞു. അടുത്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലി ഉണ്ടല്ലോ, അതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാത്രം ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ആവി കയറ്റി വെച്ചിരിക്കുന്ന ബ്രോക്കലികൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വേവിച്ച ബ്രോക്കലികൾ വെറുതെയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കഴിക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബ്രോക്കലിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ
ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രം എന്ന് പറയാനില്ല, ഒരു വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വേവിക്കാൻ നേരത്ത് ഉപ്പൊന്നും ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ സ്റ്റീമറിൽ വെച്ച് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലി ആയതുകൊണ്ട് ഇനി അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല. എല്ലാം എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അത് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ആകെക്കൂടെ നമുക്ക് അരമണിക്കൂർ താഴെ മാത്രമേ സമയം വേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു അരമണിക്കൂർ സമയം മാത്രം നമ്മൾ രാവിലെ മെനക്കെട്ടാൽ മതി, നമുക്ക് അടിപൊളി ഒരു ലഞ്ച് തയ്യാറായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോക്കളിയും റെഡിയായി കഴിഞ്ഞാൽ അവസാനം കുറച്ച് ഉപ്പുകളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനുവിലുള്ള പ്രധാനപ്പെട്ട ഐറ്റംസ് അല്ലെങ്കിൽ വിഭവങ്ങൾ. കാണുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ല എങ്കിൽ പോലും കഴിക്കുമ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പറഞ്ഞു തരുന്നതിലേക്കാൾ നല്ലത് നിങ്ങളിത് ഉണ്ടാക്കി അതൊന്ന് കഴിച്ചു നോക്കുക, അപ്പോൾ അറിയാം. പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്ക് പീ സാലഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്തല്ലോ. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ, ബ്രോക്കളി എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. വേവിച്ച റൈസ് ഞാൻ ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ചോറുണ്ടാക്കുന്നതെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. 3 കള്ളികളായിട്ട് തിരിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് കറികളൊക്കെ തിരിച്ചിരിച്ച് വയ്ക്കാൻ വളരെയധികം എളുപ്പമാണ്. അപ്പോൾ ഞാനാകെ 4 ടേബിൾ സ്പൂൺ ചോറേ ഇടുന്നുള്ളൂ. ടേബിൾ സ്പൂൺ ചോറെന്ന് എല്ലാം പറയാൻ പറ്റില്ല, 4 സ്പൂൺ ചോറ് മാത്രമേ ഇടുന്നുള്ളൂ. അത് തന്നെ ധാരാളമാണ്. കാണുമ്പോൾ വളരെ കുറവാണല്ലോ എന്ന് തോന്നുന്നുണ്ട്, വെറും തോന്നൽ മാത്രമാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ലഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ എന്തായാലും നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ചിക്കൻ അല്ലേ, നോൺ വെജ് അല്ലേ, അത് കഴിച്ചാൽ വെയിറ്റ് കൂടില്ലെന്നും ചിന്തിക്കേണ്ട. ബോൺലെസ് ചിക്കനാണ്, ഒരുപാട് പ്രോട്ടീനുള്ള ഒരു ഭാഗമാണ് ചിക്കൻ്റെ. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്നത് നല്ലതാണ് എന്ന് കരുതി നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഹെൽത്തി ആണെന്ന് ചിന്തിക്കരുത്. ഇതേപോലെ വളരെ കുറച്ചളവിൽ മാത്രം സ്പൈസസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാൻ റൈസും ചിക്കനുമാണ് ഒരു കള്ളിയിൽ ഇട്ട് കൊടുത്തെങ്കിൽ അടുത്ത കള്ളിയിൽ നമ്മുടെ ചിക്ക് പീസ് സാലഡ്, നമ്മുടെ വെള്ളക്കടല കൊണ്ടുണ്ടാക്കിയ സാലഡിന് ഈ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അറിയാം, എണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തോണ്ട്, എങ്കിലും ഞാൻ സാലഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതാണ് ഒരു കള്ളിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത കള്ളിയിൽ നമ്മുടെ ബ്രോക്കളി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ലഞ്ച് ബോക്സിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. പോർക്ക് ബൗള് അല്ലെങ്കിൽ ചിപ്പോട്ടിലൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് ഇതെത്രമാത്രം ടേസ്റ്റി ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ അറിയാം. കാരണം അതിലൊക്കെ നമ്മുടെ ബൗളൊക്കെ ക്രമീകരിക്കുന്ന ഇതേപോലെയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് കാണുമ്പോൾ അത്ര ടേസ്റ്റിയാണെന്ന് തോന്നില്ലെങ്കിലും ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണമെങ്കിൽ നിൽക്കിൻ്റെ ഒപ്പം ഗ്രീക്ക് യോഗട്ടൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സമയം മാത്രം പോരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഡിന്നറാണ്. ഞാനിവിടെ മീനൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? തിലാപ്പിയ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സിലോപ്പി എന്ന് പറയുന്ന മീനാണ്. ഇവിടെ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊന്നും കിട്ടാറില്ല. ഇന്ത്യൻ സ്റ്റോറിൽ ഫ്രോസൺ ആയിട്ട് വരുന്ന മീനാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ഞാൻ കുറച്ച് നാരങ്ങനീരൊക്കെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വരഞ്ഞ മീനാണ്, ഉള്ളൊക്കെ വരഞ്ഞ് വെച്ചേക്കുന്ന മീനാണ്. അതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും വളരെ മിതമായ നിരക്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ചേർത്ത് തന്നെ വളരെ കൂടുതലാണ്, അത്രയും പോലും ചേർക്കണമെന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്തി ആയിട്ടാണ് കഴിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉപ്പും നാരങ്ങനീരും മാത്രം മതി ഗ്രില്ല് ചെയ്യാനായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നാവിൻ്റെ രുചി ഞാൻ കുറച്ച് നോക്കുന്നത് കൊണ്ടാണ് മസാലപ്പൊടികൾ കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രെയിലാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ മീനിൻ്റെ തൊലി അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റത്തില്ല.
അതിനോടൊപ്പം തന്നെ കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഓവനിൽ വെച്ചൊന്ന് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മീൻ എങ്ങനെയാണ് ഗ്രില്ല് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതാ മീൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാടൻ മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ സാൽമണും അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒറാത്തയൊക്കെയാണ് ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് സിലോപ്പി ഗ്രില്ല് ചെയ്യുന്നത്. പക്ഷേ കിടു ടേസ്റ്റ് തന്നെയായിരുന്നു. ആ ഒരു പൊട്ടറ്റോയിൽ ആ മീനിൽ നിന്ന് ഇറങ്ങുന്ന ആ എണ്ണയും ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. പൊട്ടറ്റോ കഴിക്കാനും നമ്മുടെ ഉരുളക്കിഴങ്ങ് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.